അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ ACCA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ജോബുകൾ കിട്ടും, ആ ജോബുകളുടെ സാലറി എന്താണ് എന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വിദേശത്തും ഇന്ത്യയിലും ഒരുപാട് അവസരങ്ങളുള്ള ഒരു കോഴ്സാണ് ACCA. അപ്പോൾ ആ കോഴ്സിനെ പറ്റി മുഴുവൻ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി മുകളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, എൻ്റെ പഴയ വീഡിയോസ് പോയി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ടോപ്പ് പേയിങ് ആയിട്ടുള്ള 7 ജോബുകളെ പറ്റിയാണ്. അപ്പോൾ വേറെയും ഇഷ്ടംപോലെ ജോബുകളുണ്ട്, എല്ലാതും കൂടി ഒന്നും നമുക്ക് ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് ആ 7 കോഴ്സസ് നോക്കിയാലോ. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവുകയാണ്. ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയാൽ വിദേശത്തെ ടേംസ് പറയുമ്പോൾ നമ്മൾ ഡോളേഴ്സിലാണ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് നമുക്ക് $50,000 മുതൽ $75,000 വരെയാണ് ഇയർലി കിട്ടുക. പിന്നെ നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ചിട്ടൊക്കെ $1,00,000 മുകളിലൊക്കെ കിട്ടും. ഇന്ത്യയിലെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 14 ലക്ഷമാണ് ഒരു ആവറേജ് സാലറി. അതിൻ്റെ മുകളിൽ വാങ്ങുന്നവരുണ്ട്, താഴെ വാങ്ങുന്നവരുണ്ട്. നമുക്ക് ആവറേജേ പറയാൻ പറ്റും, അല്ലാതെ അങ്ങനെ ഒരു ആക്യുറേറ്റ് ഒരു എമൗണ്ട് പറയാൻ ഒരിക്കലും ഒരു ജോബിൻ്റെ കാര്യത്തിൽ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ജോബ് എന്ന് പറയുന്നത് ഓഡിറ്റർ ആവുകയാണ്. ഒരു ഓഡിറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദേശത്ത് $40,000 മുതൽ $60,000 വരെയാണ് ആവറേജ് സാലറി. നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് $1,00,000 മുകളിൽ വരെ നമുക്ക് സാലറി കിട്ടും. ഇനി നമുക്ക് ഇന്ത്യയിലെ ഒരു ഓഡിറ്ററിന് എന്ത് സാലറി കിട്ടും നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യയിൽ ഒരു ഓഡിറ്ററിന് 11 ലക്ഷമാണ് ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ വാങ്ങുന്നവരുണ്ട്, കുറവ് വാങ്ങിക്കുന്നവരുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ജോബ് എന്ന് പറയുന്നത് ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആവുകയാണ്. അപ്പോൾ വിദേശത്ത് ഒരു ടാക്സ് കൺസൾട്ടൻറ്റിന് കിട്ടുന്നത് $50,000 മുതൽ $70,000 വരെയാണ് ആവറേജിൽ. പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് $1,00,000 മുകളിലൊക്കെ ഒരു ഇയറിൽ നമുക്ക് കിട്ടും. ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിന് ആവറേജ് സാലറി 12 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ജോബ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആവുകയാണ്. ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റായ വിദേശത്ത് $55,000 മുതൽ $75,000 വരെയാണ് ഒരു ഇയറിൽ കിട്ടുക. എക്സ്പീരിയൻസ് അനുസരിച്ച് $1,20,000 വരെയൊക്കെ നമുക്ക് കിട്ടും. ഇന്ത്യയിലെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് 12 ലക്ഷം രൂപയാണ് ഇയർലി സാലറി ആവറേജ്. ഇനി നമുക്ക് ലിസ്റ്റിലെ അഞ്ചാമത്തെ ജോബിലേക്ക് കിടക്കാം. നമ്മുടെ അഞ്ചാമത്തെ ജോബ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കൺട്രോളറാണ്. ഒരു ഫിനാൻഷ്യൽ കൺട്രോളർക്ക് വിദേശത്ത് ആവറേജ് സാലറി എന്ന് പറയുന്നത് $70,000 മുതൽ $90,000 വരെയാണ്. ഇത് നമുക്ക് എക്സ്പീരിയൻസിനനുസരിച്ച് $1,50,000 വരെ ഒരു കൊല്ലം കിട്ടുന്നുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഇന്ത്യയിലെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറി കാണുന്നത് 14 ലക്ഷം രൂപയാണ്. പിന്നെ ഞാൻ വലിയ കമ്പനികളുടെ കാര്യമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 42 ലക്ഷം മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ 42 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 56 ലക്ഷം മേടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് വളരെ ഹ്യൂജ് ഡിഫറൻസ് വരും നമ്മുടെ സാലറിയിൽ. ഈ പറയുന്നതൊക്കെ ഒരു ആവറേജ് സാലറി മാത്രമാണ്. നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് നല്ല പോലെ സാലറിയിൽ ഹൈക്ക് ഉണ്ടാവും. നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെ ജോബ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു വളരെ വെൽ പേയിങ് ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ആവറേജ് സാലറി വിദേശത്ത് എന്ന് പറയുന്നത് $60,000 മുതൽ $80,000 വരെയാണ്. പക്ഷേ ഇതിനെ ബാക്കിയുള്ള ജോബുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിൽക്കുന്നത് ഈ ഒരു ജോബ് ചെയ്യുന്നത് കൊണ്ട്, ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ നമുക്ക് ബോണസുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും. നമുക്ക് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കിട്ടും ഇയർലി. നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ബൾക്ക് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെയും ഏഴാമത്തെയുമായിട്ടുള്ള ജോബിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ ജോബ് എന്ന് പറയുന്നത് ഒരു റിസ്ക് മാനേജർ ആവുകയാണ്. ഒരു റിസ്ക് മാനേജർക്ക് വിദേശത്ത് $70,000 മുതൽ $85,000 വരെയാണ് ആവറേജ് സാലറി. വിത്ത് എക്സ്പീരിയൻസ് അത് $1,50,000 മുകളിൽ കിട്ടുമെന്നാണ് പറയുന്നത്. $1,50,000 മുകളിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ജോബാണ് റിസ്ക് മാനേജർ. ഇന്ത്യയിലെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ലക്ഷമാണ് നമ്മുടെ ആവറേജ് സാലറി.
അപ്പോൾ നമ്മുടെ 7 ജോബ്സിൻ്റെ ഏറ്റവും ടോപ്പ് പേയിങ് ആയിട്ടുള്ള 7 ജോബ്സിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ജോബ്സ് ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെയും, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡെസ്റ്റിനേഷനെയും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിനെയും നമ്മുടെ കമ്പനീനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ കണ്ടുകൊണ്ട് മാത്രം ഇത്രയും സാലറി കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ നമുക്ക് ഏത് കറൻസിയിലാണ് പേയ്മെൻറ്റ് കിട്ടുന്നത് എന്ന കാര്യത്തിനൊക്കെ കംപ്ലീറ്റ്ലി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ ഒരു ACCA പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം സാലറി എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.